ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ പേര് രാജ്കുമാർ ടി എം. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ആ സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് സിലബസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ ഭാഗങ്ങൾ കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ബേസിക്കലി ഇന്ന് ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് എക്കോളജി എന്നുള്ള നമ്മുടെ സബ്ജക്റ്റിൽ ബേസിക്കായി നമ്മൾ അറിഞ്ഞിരിക്കുന്ന ചില ടേംസ്, നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോഴായാലും നമുക്ക് പ്രിപ്പറേഷൻ ആവശ്യമുള്ള ചില ബേസിക് ടേംസിന് നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഇഫ് ടൈം നമുക്ക് കൂടുതലായിട്ടുള്ള ബേസിക് ഫങ്ഷൻസ് എല്ലാം നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ ഇത് പലതും ഈ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്സിൽ പലതും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ സ്കൂളിൽ നമ്മൾ ബേസിക് സയൻസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നാലും അതിലേക്ക് കുറച്ച് അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ടേംസ് എന്തൊക്കെയാണ്, എന്താണ് അവരുടെ വ്യത്യാസം, എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി. ഏറ്റവും ബേസിക് ടേംസ് വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ വിൽ സ്റ്റാർട്ട് ഡിസ്കസിങ് റിഗാർഡിങ് എൻവയോൺമെൻറ്റ്. എന്താണ് എൻവയോൺമെൻറ്റ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ എൻവയോൺമെൻറ്റ് മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? പരിസ്ഥിതി എന്ന് പറയും അല്ലേ. അപ്പോൾ പരിസ്ഥിതി എന്ന് പറയുന്ന നമ്മുടെ എൻവയോൺമെൻറ്റ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഡിഫൈൻ ചെയ്യാം? വാട്ട് ഓൾ തിങ്സ് ഇൻക്ലൂഡ്സ് ഇൻ ആൻ എൻവയോൺമെൻറ്റ്. ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അടങ്ങുന്ന ഒരുപാട് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. ലിവിങ് ഓർഗാനിസംസ് മാത്രമല്ല, നോൺ ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സും ഉണ്ട്. നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റോക്സ് ആവാം, സോയിൽ ആവാം, എയർ, വാട്ടർ പോലെയുള്ള നോൺ ലിവിങ് തിങ്സും ഉണ്ട്. ഇവിടെ ഈ ലിവിങ് തിങ്സ്, നമ്മൾ അടങ്ങുന്ന ലിവിങ് തിങ്സ് തമ്മിലൊരു ഇന്ററാക്ഷൻ പലതും സംഭവിക്കുന്നുണ്ടാവും. മേ ബി ഒരു പെർട്ടിക്കുലർ ആനിമലിന്റെ ഫുഡ് ആയിരിക്കും മറ്റൊരു പെർട്ടിക്കുലർ സ്പീഷീസ് അല്ലേ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റൊരു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഈ മരങ്ങളിലൊക്കെ കാണുന്ന പള്ളിപ്പടർപ്പുള്ള ചെടികളുണ്ടല്ലോ, അപ്പോൾ അവർ തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലിവിങ് തിങ്സ് തമ്മിലൊരു ഇന്ററാക്ഷൻ ഈ എൻവയോൺമെന്റ് ഒരു ഭാഗമാണ്. ഇതുകൂടാതെ ഈ ലിവിങ് തിങ്സ് പലപ്പോഴും നോൺ ലിവിങ് തിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ പ്ലാന്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ സോയിലിൽ നിന്നാണ് അവരുടെ മിനറൽസും ന്യൂട്രിയൻസും എടുക്കുന്നത്. സൺലൈറ്റിന് അവർ യൂസ് ചെയ്യുന്നുണ്ട്, എയറിനെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, റെസ്പിറേഷനിൽ നമ്മൾ എയർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും തമ്മിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവും. ഇതുകൂടാതെ നോൺ ലിവിങ് തിങ്സിൽ ധാരാളം ആക്ടിവിറ്റീസ് മറ്റും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ സൈക്കിൾ അല്ലെ, നമുക്ക് മഴയ്ക്ക് കാരണമാവുന്ന വാട്ടർ സൈക്കിൾ നമുക്കറിയാം. എന്താ സംഭവിക്കുന്നത്? ഭൂമിയിലുള്ള വെള്ളം ഇവാപറേറ്റ് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു, തണുക്കുന്നു, കണ്ടൻസേറ്റ് ചെയ്യുന്നു, ക്ലൗഡ് ഫോം ചെയ്യുന്നു, മഴയായി പെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം ആക്ടിവിറ്റീസ് ഈ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു ലാർജർ കോണ്ടെക്സ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? എൻവയോൺമെന്റ് എന്ന് പറയുക. അപ്പോൾ അവിടെ ലിവിങ് തിങ്സ് ഉണ്ട്, നോൺ ലിവിങ് തിങ്സ് ഉണ്ട്. ലിവിങ് തിങ്സ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്. നോൺ ലിവിങ് തിങ്സിന്റെ മറ്റ് സൈക്ലിക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ് എന്ത്? എൻവയോൺമെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടേംസ് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ നോക്കൂ. എൻവയോൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദി ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഫിസിക്കൽ ഫാക്ടേഴ്സും ബയോളജിക്കൽ ഫാക്ടേഴ്സും. ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ന്യൂട്രിയൻസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ, ക്ലൈമറ്റ്, നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും വരുന്നുണ്ട്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ബയോമോളിക്യൂൾസ്, ഓർഗാനിസംസ്, നമ്മളടങ്ങുന്ന പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാവരുമുള്ള ഓർഗാനിസംസ്. ഇതിനൊപ്പം തന്നെ അവരെ കെമിക്കൽ ഇന്ററാക്ഷൻസും നമ്മൾ പറഞ്ഞില്ലേ, കെമിക്കൽ സൈക്കിൾസ്. ഇപ്പോൾ വാട്ടർ സൈക്കിൾ പോലെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ സൈക്കിൾ ഉണ്ട്, നൈട്രജൻ സൈക്കിൾ ഉണ്ട്. അത്തരത്തിലുള്ള എല്ലാ സൈക്കിൾസും കൂടി അടങ്ങുന്ന ആ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗൻസിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസിനെ എഫക്ട് ചെയ്യുന്ന ആ ലാർജർ കോണ്ടെക്സ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എൻവയോൺമെന്റ്. അപ്പോൾ എൻവയോൺമെന്റിലെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, കെമിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, ബയോളജിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ഒരു ഓർഗാനിസം, നമ്മളൊരു ആനിമലിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ആനിമൽ ഡിപ്പെൻഡ്സ് ഓൺ ദിസ് എൻവയോൺമെന്റ്. അത് മാത്രമല്ല, ഈ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റിയിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവുക. നോക്കുക, ഓൾ ഓർഗാനിസംസ് ഡിപ്പെൻഡ് ഓൺ ദി എൻവയോൺമെന്റ് ടു ക്യാരി ഔട്ട് ദെയർ നാച്ചുറൽ ലൈഫ് പ്രോസസ്സസ് ആൻഡ് മീറ്റ് ദെയർ ഫിസിക്കൽ റിക്വയർമെന്റ്സ്. ഫുഡ് ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, എയർ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ജനറലി പറയാവുന്ന ഒരു എക്സ്പ്ലനേഷൻ അല്ല, ഇതാണ് എൻവയോൺമെന്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ലാർജർ കോണ്ടെക്സ്റ്റിലുള്ള ആ ഒരു ടേമിനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇത് പറയാം. ദാറ്റ്സ് വാട്ട് വി കോൾ ആസ് ദി എൻവയോൺമെന്റ്. അപ്പൊ എൻവയോൺമെന്റ് എക്കോളജി എന്നായിരുന്നല്ലോ നമ്മൾ സബ്ജക്റ്റിന് പേര് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് എക്കോളജി? നമ്മൾ എക്കോളജി OGY എന്നുള്ള ടേം ഒക്കെ വരുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് എന്താ? സ്റ്റഡി ആണ് അല്ലെ. സ്റ്റഡി ഓഫ് സംതിങ്ങിനെയാണ് നമ്മൾ OGY എന്നുള്ള ടേം എടുത്ത് പറയാം അല്ലെ. അപ്പൊ എക്കോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റഡി ഓഫ് എൻവയോൺമെന്റ്.
നമ്മൾ ഈ പറഞ്ഞ എൻവയോൺമെന്റിനെ പറ്റിയുള്ള പഠനശാഖയാണ് എന്ത് എക്കോളജി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിംഗ് ഓർഗാനിസംസ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദെയർ എൻവയോൺമെന്റ്. നമ്മൾ അടക്കുന്ന ലിവിംഗ് ഓർഗാനിസംസ് തമ്മിലുള്ള ഇന്ററാക്ഷനും എൻവയോൺമെന്റിലെ മറ്റു ഫാക്ടേഴ്സും കൂടിയുള്ള ഇന്ററാക്ഷനും അതിനെ ചേർത്ത് അല്ലെങ്കിൽ അതിന്റെ സ്റ്റഡിയെ പറയുന്ന പേരാണെന്ത് എക്കോളജി. So ecology is nothing but the study of the interaction between living things and non-living things. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുക എക്കോളജി എന്ന് പറയുക. ഓക്കെ, ഇത് രണ്ടും ബേസിക് ടേംസ്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം ഈസ് ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഹാബിറ്റാറ്റ്, നമ്മുടെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സറൗണ്ടിങ്, ആ സറൗണ്ടിങ്ങിൽ ധാരാളം മറ്റ് ആനിമൽസോ മറ്റ് പ്ലാന്റ്സോ ഒക്കെ ഉണ്ടാവും. ആ സറൗണ്ടിങ്ങിനെ പറയുന്ന പേരാണെന്ത് ഹാബിറ്റാറ്റ്. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് ഓർഗാനിസത്തിന് ഒരേ ഹാബിറ്റാറ്റ് ഉണ്ടാവുമോ? രണ്ട് ഡിഫറെന്റ് സ്പീഷീസിന് ഒരേ ഹാബിറ്റാറ്റ് ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ കുടുംബവും താമസിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പെറ്റായിട്ടുള്ള ഒരു ഡോഗ് ഉണ്ട്. ഇതുകൂടാതെ ഒരു പശുവിനെ ഞങ്ങൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഞങ്ങളുടെ പെറ്റ് ഡോഗ് ഞങ്ങളുടെ വീടിനുള്ളിൽ തന്നെ വളരുന്ന ഒന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഡോഗിന്റെ ഹാബിറ്റാറ്റും ഞങ്ങളുടെ ഹാബിറ്റാറ്റും സെയിം അല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഹാബിറ്റാറ്റും സെയിം അല്ലേ? അപ്പോൾ അത്തരത്തിൽ രണ്ട് ഓർഗാനിസത്തിന് വേണമെങ്കിൽ എന്തായിരിക്കും സെയിം ഹാബിറ്റാറ്റ് ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ രണ്ട് ഓർഗാനിസത്തിനും ജീവിക്കാൻ വേണ്ട കണ്ടീഷൻസ് ഓൾമോസ്റ്റ് എന്തായിരിക്കണം? സിമിലർ ആയിരിക്കണം. ഇപ്പൊ ഡോഗിന് വേണ്ട ഫുഡൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ അത്തരത്തിൽ രണ്ട് ഓൾമോസ്റ്റ് സെയിം ജീവിതശൈലിയുള്ള അല്ലെങ്കിൽ സെയിം ഡിമാൻഡ്സ് ഉള്ള സെയിം നീഡ്സ് ഉള്ള ഓർഗാനിസം മേ ഹാവ് സെയിം ഹാബിറ്റാറ്റ്സ്. ഓക്കെ, അപ്പൊ ഹാബിറ്റാറ്റിന് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദി സറൗണ്ടിങ് ഓഫ് ആൻ ഓർഗാനിസം, അല്ലെങ്കിൽ കുറച്ചുകൂടി മറ്റൊരു ടേമിൽ പറയുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദി അഡ്രസ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ അഡ്രസ് എന്ന രീതിയിൽ നമുക്ക് എന്ത് പറയാം? ഹാബിറ്റാറ്റിനെ പറയാം. അപ്പൊ നോക്കുക, ഹാബിറ്റാറ്റ് എന്താ? ഇറ്റ് ഈസ് ദി ഫിസിക്കൽ എൻവയോൺമെന്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ്സ്. ഒരു ഓർഗാനിസം ജീവിക്കുന്ന ഫിസിക്കൽ എൻവയോൺമെന്റ് പറയുന്നതാണ് ഹാബിറ്റാറ്റ്. ആൻഡ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദി അഡ്രസ് ഓഫ് ആൻ ഓർഗാനിസം. ഓർഗാനിസത്തിന്റെ അഡ്രസ് എന്ന് നമുക്ക് പറയാം. മെനി ഹാബിറ്റാറ്റ്സ് ടുഗദർ മേക്ക് അപ്പ് ദി എൻവയോൺമെന്റ്. അല്ലേ, ഇങ്ങനെയുള്ള പല ഓർഗാനിസത്തിന്റെ പല ഹാബിറ്റാറ്റ് കൂടി ചേർന്നാണ് എന്താ എൻവയോൺമെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാവുന്നത്. A single habitat may be common for multiple organisms which may have similar requirement. ഏകദേശം ഒരുപോലുള്ള ആവശ്യങ്ങളുള്ള ഓർഗാനിസങ്ങൾക്ക് എന്തായിരിക്കും? സിമിലർ അല്ലെങ്കിൽ സിംഗിൾ ഹാബിറ്റാറ്റ് വേണമെങ്കിൽ ആവാം. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെയാ ചോദിക്കുക, ടു ഓർഗാനിസംസ് വിൽ നോട്ട് ഷെയർ ദി സെയിം ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. രണ്ട് സെയിം റിക്വയർമെന്റ്സ് ഉള്ള രണ്ട് ഓർഗാനിസത്തിന് എന്തായിരിക്കും? സെയിം ഹാബിറ്റാറ്റ് വേണമെങ്കിൽ ഉണ്ടാകാം. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ഹാബിറ്റാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടേം എക്കോസിസ്റ്റം. ഓക്കെ, ഹാബിറ്റാറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം നമുക്ക് നോക്കേണ്ടത് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റവും കുറച്ചുകൂടി ലൈക്ക് ഹാബിറ്റാറ്റിനൊക്കെ കുറച്ച് വലിയ കോണ്ടെക്സ്റ്റ് ആണ്. എക്കോസിസ്റ്റം ഈസ് ഓൾമോസ്റ്റ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഏകദേശം അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എക്കോസിസ്റ്റത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിസത്തിന് ചുറ്റുമുള്ള ചെറിയ റീജിയൻ മാത്രമല്ലേ. എക്കോസിസ്റ്റം അങ്ങനെയല്ല, കുറച്ചുകൂടി ഒരു വലിയ റീജിയൻ ആയിരിക്കും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ലിവിങ് ഓർഗാനിസംസും നോൺ ലിവിങ് തിങ്സും ഉണ്ടാവും. ഈ ലിവിങ് ഓർഗാനിസംസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉണ്ടാവും. ലിവിങ് ഓർഗാനിസവും നോൺ ലിവിങ് തിങ്സും തമ്മിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവും. നമ്മൾ എൻവയോൺമെന്റ് ഡെഫിനിഷനിൽ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇന്ററാക്ഷൻസ് ഒക്കെ അടങ്ങുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്കോസിസ്റ്റം എന്ന് പറയുക. അതായത് ഫോർ എക്സാമ്പിൾ ലെറ്റ് us കൺസിഡർ എ പോണ്ട്. ഒരു കുളം നമുക്ക് സങ്കല്പിക്കാം. ഈ കുളത്തിൽ വി ഹാവ് വാട്ടർ അല്ലെ. ഇവിടെ അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടാവും, അക്വാട്ടിക് ആനിമൽസ് ഉണ്ടാവും. ഈ അക്വാട്ടിക് ആനിമൽസ് ഒരു പക്ഷേ ഈ അക്വാട്ടിക് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു വലിയ ഫിഷ് ചെറിയ ഫിഷിനെ ഫീഡ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ആ ചെറിയ ഫിഷ് പക്ഷെ മറ്റൊരു പ്ലാന്റിനെ ഫീഡ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ററാക്ഷൻസ് എല്ലാം അടങ്ങുന്ന ആ പോണ്ട് അതിനെ നമുക്കൊരു എക്കോസിസ്റ്റമായി കണക്കാക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇന്ററാക്ഷൻസ് എല്ലാം അടങ്ങുന്ന പ്ലാന്റ്സും ആനിമൽസും അല്ലെങ്കിൽ എല്ലാവരും അടങ്ങുന്ന അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സും അടങ്ങുന്ന ആ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നോക്കുക, an ecosystem can be visualized as the functional unit of nature. നേച്ചറിന്റെ ഏറ്റവും ഫങ്ഷണൽ യൂണിറ്റ് ആണ് where living organisms എന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട്? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ഇവരെന്താണ് നമ്മൾ ഡീറ്റെയിൽ നോക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പാദിപ്പിക്കുന്നവര്. എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്?
സ്വയം ഇവിടെ അവൈലബിൾ ആയ നോൺ ലിവിങ് തിങ്സിൽ നിന്ന് സ്വയം എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുക. പ്രൊഡ്യൂസേഴ്സ് എന്നല്ല, വി ക്യാൻ ഓൾസോ കോൾ ദം ആസ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്നും പറയും. എന്താണ് പറയാ? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അല്ലെ? ആരാ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്? ഇവിടെ കാണുന്ന മേജർലി കാണുന്ന ഗ്രീൻ പ്ലാന്റ്സ്, ട്രീസ്, അവരെയാണ് നമ്മൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുക. പ്ലാന്റ്സ് നമുക്കറിയാലോ, അവർക്ക് അവരുള്ള മിനറൽസിൽ നിന്ന്, വാട്ടറിൽ നിന്ന്, സൺലൈറ്റിൽ നിന്ന്, കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ അവർക്ക് വേണ്ട എനർജി സ്വയം ഉൽപ്പാദിപ്പിക്കും. ആര്? പ്ലാന്റ്സ്. അപ്പൊ അവരെ നമ്മൾ എന്ത് വിളിക്കും? പ്രൊഡ്യൂസേഴ്സ്. ഇങ്ങനെ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഫീഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ, ലെറ്റ് us കൺസിഡർ എ ഡിയർ. ഒരു മാനിനെ സങ്കല്പിക്കാം. മാൻ എങ്ങനെയാ? പ്ലാന്റ്, ഗ്രാസ് ഒക്കെ കഴിക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാന്റും ഗ്രാസും സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയെ ആരെടുക്കുന്നു? മാൻ എടുക്കുന്നു. അപ്പൊ മാൻ ഈസ് എ കൺസ്യൂമർ. മാനിനെ ചിലപ്പോൾ ഫീഡ് ചെയ്ത് കഴിക്കുന്ന ഒരു ടൈഗറിനെ സങ്കല്പിക്കാം. ടൈഗർ എന്താ ചെയ്യുന്നത്? പ്രൈമറി പ്രൊഡ്യൂസറിൽ നിന്ന് എനർജി എടുക്കുന്ന മാനിന് കിട്ടുന്ന എനർജിയെ ആരെടുക്കുന്നു? ടൈഗർ എടുക്കുന്നു. അപ്പൊ ടൈഗർ ഈസ് ഓൾസോ എ കൺസ്യൂമർ. ടൈഗർ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയാം. നമുക്ക് അതിനെപ്പറ്റി ഇനി പഠിക്കാം. ഓക്കെ, ഇനി ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ആരാ ഡീകമ്പോസേഴ്സ്? ഡെഡ് മാറ്റേഴ്സിൽ നിന്ന് എനർജി എടുക്കുന്ന ആൾക്കാരാണ് ഡീകമ്പോസേഴ്സ്. ഇപ്പൊ ഡെഡ് ആയിട്ടുള്ള മരത്തിന്റെ ഡെഡ് വുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഒരു ആനിമൽ ആയിക്കോട്ടെ, ഇവരെ ഡീകമ്പോസ് ചെയ്ത് അതിൽ നിന്ന് എനർജി എടുക്കുന്ന മൈക്രോബ്സ്, ബാക്ടീരിയ പോലുള്ള മൈക്രോബ്സ്, അവരെയും നമ്മൾ എന്ത് ഡീകമ്പോസേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ലിവിങ് ഓർഗാനിസംസ്, പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സും എല്ലാം അടങ്ങുന്ന ലിവിങ് ഓർഗാനിസം ഇന്ററാക്ട് അമംഗ് ദംസെൽഫ്. നമ്മൾ പറഞ്ഞല്ലോ, ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആൻഡ് വിത്ത് ദി സറൗണ്ടിങ് ഫിസിക്കൽ എൻവയോൺമെന്റ്, ചുറ്റുമുള്ള ഫിസിക്കൽ എൻവയോൺമെന്റുമായിട്ടും ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷനെയും എല്ലാം അടങ്ങുന്നതാണ് എന്ത്? എക്കോസിസ്റ്റം. അപ്പൊ എക്കോസിസ്റ്റം എൻവയോൺമെന്റ് തമ്മിലുള്ള മേജർ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്കോസിസ്റ്റം ക്യാൻ ബി ഓഫ് എനി സൈസ്. ചിലപ്പോൾ വലുതാകാം, ചിലപ്പോൾ ചെറുതാകാം. But usually encompasses specific and limited species. Example, aquatic ecosystem. അതായത് എക്കോസിസ്റ്റം എത്ര വലുതോ ചെറുതോ ആവാം. പക്ഷെ നമ്മൾ നേരത്തെ ഒരു പോണ്ടിന്റെ കേസ് പറഞ്ഞില്ലേ, ആ പോണ്ടിന്റെ എക്കോസിസ്റ്റം ആയിരിക്കില്ല അതിനടുത്ത് കിടക്കുന്ന കരഭാഗത്തിന്റെ എക്കോസിസ്റ്റം. ഈ പോണ്ടിൽ കാണുന്ന ടൈപ്പ് ഓഫ് ആനിമൽസ് അല്ല കരയിൽ കാണുന്ന ടൈപ്പ് ഓഫ് ആനിമൽസ്. അപ്പോൾ പോണ്ട് നമുക്ക് സെപ്പറേറ്റ് എക്കോസിസ്റ്റം ആയിട്ട് കണക്കാക്കി വെക്കാം. അപ്പോൾ ഇതാണ് ബേസിക് വ്യത്യാസം. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് ഒരു ഭാഗമാണ് പോണ്ടും, പക്ഷേ പോണ്ട് ഈസ് എ ഡിഫറെന്റ് എക്കോസിസ്റ്റം. അപ്പൊ അതാണ് എക്കോസിസ്റ്റം എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ആൻ എക്കോസിസ്റ്റം. അപ്പൊ എക്കോസിസ്റ്റം ഇറ്റ് ക്യാൻ ബി ഓഫ് എനി സൈസ്, പക്ഷേ യൂഷ്വലി സ്പെസിഫിക്കും ലിമിറ്റഡ് സ്പീഷീസ് അടങ്ങുന്നതായിരിക്കും എന്ത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? വാട്ട് ആർ ദി ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ്? നോക്കൂ, എക്കോസിസ്റ്റത്തിനെ ബേസിക്കലി രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് നാച്ചുറൽ എക്കോസിസ്റ്റം, മറ്റൊന്ന് മാൻ മെയ്ഡ് എക്കോസിസ്റ്റം. വൺ ഈസ് നാച്ചുറൽ എക്കോസിസ്റ്റം, അനദർ ഈസ് മാൻ മെയ്ഡ് എക്കോസിസ്റ്റം. നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറലി ഉണ്ടാവുന്ന എക്കോസിസ്റ്റം. മാൻ മെയ്ഡ് മനുഷ്യരുണ്ടാക്കുന്നത്. മനുഷ്യരുണ്ടാക്കുന്ന എക്കോസിസ്റ്റം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ക്യാൻ കൺസിഡർ ആൻ അക്വേറിയം. ഒരു അക്വേറിയം കൺസിഡർ ചെയ്യാം. നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന വലിയൊരു അക്വേറിയം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ അക്വേറിയം നമ്മൾ അതിൽ വെള്ളം നമ്മൾ നിറയ്ക്കുന്നതാണ്. അതിലേക്കുള്ള അക്വാട്ടിക് പ്ലാന്റ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിലേക്കുള്ള ഫിഷസിനെയും മറ്റ് ലിവിങ് തിങ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു എക്കോസിസ്റ്റമാണ് ആ അക്വേറിയം, അല്ലെ? അപ്പോൾ അത്തരത്തിലുള്ള മാൻമെയ്ഡ് എക്കോസിസ്റ്റം ഉണ്ട്, നാച്ചുറൽ എക്കോസിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റിവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാച്ചുറൽ ഉണ്ടായ ഒരു പോണ്ട് ആയിക്കോട്ടെ, അതൊക്കെ നാച്ചുറൽ എക്കോസിസ്റ്റം, മാൻമെയ്ഡ് എക്കോസിസ്റ്റം. നാച്ചുറൽ എക്കോസിസ്റ്റം വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു: ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. നാച്ചുറൽ എക്കോസിസ്റ്റം again divided into terrestrial and aquatic ecosystem. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കരയിൽ കാണുന്നത് അല്ലെങ്കിൽ കരയിലുള്ളതാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കാണുന്നതാണ് എന്ത്? അക്വാട്ടിക് എക്കോസിസ്റ്റം. അപ്പോ ടെറസ്ട്രിയൽ, അക്വാട്ടിക്. ടെറസ്ട്രിയലിനെ വീണ്ടും വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം: ഫോറസ്റ്റ്, കാട്; ഗ്രാസ് ലാൻഡ്, പുൽമൈതാനങ്ങളിൽ, പുൽത്തകിടുകൾ എന്ന് പറയുന്ന ഭാഗത്തുള്ള എക്കോസിസ്റ്റം; ഡെസേർട്ട് എക്കോസിസ്റ്റം, മരുഭൂമിയിൽ കാണുന്ന എക്കോസിസ്റ്റം. ഇത് മൂന്നും ഡിഫറെന്റ് അല്ലേ? മൂന്നും കരയിലാണ് കാണുന്നത്, പക്ഷെ മൂന്നും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. കാടിൽ കാണുന്നതിനെല്ലാം നമുക്ക് ബേസിക്കലി കരയിൽ അല്ലെങ്കിൽ ഡെസേർട്ടിൽ കാണാൻ പറ്റുക. അപ്പൊ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്. അക്വാട്ടിക് എക്കോസിസ്റ്റം വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു: ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, മെറൈൻ എക്കോസിസ്റ്റം, ബ്രാക്കിഷ് എക്കോസിസ്റ്റം. ഇതെല്ലാം വാക്കുകൾ നിങ്ങൾക്ക് ആ ടേം കേൾക്കുമ്പോൾ തന്നെ പിടികിട്ടുന്നുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, മെറൈൻ എക്കോസിസ്റ്റം, ബ്രാക്കിഷ് എക്കോസിസ്റ്റം. ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിറ്റീവ്ലി ഫ്രഷ് വാട്ടേഴ്സിൽ, റിവേഴ്സിലൊക്കെ കാണുന്ന, ഫ്രഷ് വാട്ടർ ലേക്സിലൊക്കെ കാണുന്നതാണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം. മെറൈൻ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
സോൾട്ടി ആയ സലൈൻ ആയ കടൽ പോലെയുള്ള സ്ഥലങ്ങളിൽ കടലിൽ കാണുന്നതായിരിക്കും ബേസിക്കലി എന്ത് മറൈൻ എക്കോസിസ്റ്റം. ബ്രാക്കിഷ് എന്താണ്? ബ്രാക്കിഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സലൈനിറ്റി വിൽ ബി ബിറ്റ്വീൻ ഫ്രഷ് വാട്ടർ ആൻഡ് മെറൈൻ. ഫ്രഷ് വാട്ടറിന്റെ അത്രയും സലൈനിറ്റി കുറവും ആയിരിക്കില്ല, മെറൈൻ്റെ അത്ര സോൾട്ടിയും ആയിരിക്കില്ല. ഇതിനിടയിൽ കിടക്കുന്നവരെ നമ്മൾ എന്ത് പറയാ? ബ്രാക്കിഷ് എക്കോസിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ഉണ്ട്, മെറൈൻ എക്കോസിസ്റ്റം ഉണ്ട്, ബ്രാക്കിഷ് എക്കോസിസ്റ്റം ഉണ്ട്. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു റണ്ണിംഗ് വാട്ടർ എക്കോസിസ്റ്റം, സ്റ്റാൻഡിംഗ് വാട്ടർ എക്കോസിസ്റ്റം. ഇതും ടേംസ് തന്നെ കിട്ടുന്നുണ്ടാവും. റണ്ണിംഗ് വാട്ടർ, സ്റ്റാൻഡിംഗ് വാട്ടർ. റണ്ണിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകുന്ന വെള്ളമുള്ള സ്ഥലത്തെ എക്കോസിസ്റ്റം, റിവേഴ്സ്. സ്റ്റാൻഡിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണോ വാട്ടർ സ്റ്റാഗ്നന്റ് ആയി നിൽക്കുന്നത് അവിടത്തെ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ലേക്സ്, പോൺസ്. ഓക്കെ. ബ്രാക്കിഷിനെ മാംഗ്രോവ്, വെറ്റ്ലാൻഡ്, അത് വിട്ടേക്കാം, നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ. നോക്കുക, ക്ലാസിഫിക്കേഷൻ എക്കോസിസ്റ്റം. ഒന്ന് നാച്ചുറൽ എക്കോസിസ്റ്റം, മറ്റൊന്ന് മാൻമെയ്ഡ് എക്കോസിസ്റ്റം. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഉണ്ടാവുന്നത്, മാൻമെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ അക്വേറിയം ആയിക്കോട്ടെ, ഗാർഡൻ ആയിക്കോട്ടെ, ഡാം ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ? അതെ. ദെൻ നാച്ചുറൽ എക്കോസിസ്റ്റം, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, അക്വാട്ടിക് എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ കരയിൽ കാണുന്നത്, അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കാണുന്നത്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്. അക്വാട്ടിക്കിനെ ഫ്രഷ് വാട്ടർ, മെറൈൻ, ബ്രാക്കിഷ്. ബ്രാക്കിഷ് എന്നുള്ള ടേം പലർക്കും ചിലപ്പോൾ പുതിയതായിരിക്കും. അപ്പോൾ ബ്രാക്കിഷ് മനസ്സിലാക്കി വെക്കുക. നോട്ട് ഹൈലി സലൈൻ, നോട്ട് ലെസ് സലൈൻ, അതിനിടയിൽ കിടക്കുന്നതാണ് ബ്രാക്കിഷ് എന്ന് പറയുന്നത്. ഫ്രഷ് വാട്ടറിനെ ക്ലാസിഫൈ ഇൻടു റണ്ണിംഗ് വാട്ടർ ആൻഡ് സ്റ്റാൻഡിംഗ് വാട്ടർ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്കോസിസ്റ്റത്തിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് മനസ്സിലോർത്ത് വെക്കാം. ഇനി നമ്മൾ കോമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ, എക്കോസിസ്റ്റം എന്തൊക്കെയുണ്ട് അതിന്റെ കോമ്പോണൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, we can classify the components into abiotic components and biotic components. നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, abiotic, biotic. ഞാൻ ഇത്ര നേരം പറഞ്ഞിരുന്നത് ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ് എന്നാണ്. അപ്പോൾ ആ ടേംസിൽ നമ്മൾ റീപ്ലേസ് ചെയ്യാണ് ഇനി എങ്ങനെ? abiotic, biotic എന്നുള്ള വാക്കുകൾ കൊണ്ട്. abiotic is it contains the components which are non living. ജീവനില്ലാത്ത കോമ്പോണൻസിനെ നമ്മൾ എന്ത് പറയാ? abiotic. ജീവനുള്ള കോമ്പോണൻസ് ആണ് എന്ത്? ബയോട്ടിക്. സോ നോൺ ലിവിംഗ് കോമ്പോണൻസ് ആണ് abiotic കോമ്പോണൻസ്, ലിവിംഗ് കോമ്പോണൻസ് ആണ് എന്ത്? ബയോട്ടിക് കോമ്പോണൻസ്. അപ്പൊ നമുക്ക് നോക്കാം abiotic കോമ്പോണൻസിൽ എന്തൊക്കെ വരുന്നുണ്ട്. abiotic കോമ്പോണൻസിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ഫിസിക്കൽ ഫാക്ടേഴ്സ്, രണ്ട് ഇനോർഗാനിക് സബ്സ്റ്റൻസസ്, മൂന്ന് ഓർഗാനിക് സബ്സ്റ്റൻസസ്. ഫിസിക്കൽ ഫാക്ടേഴ്സ്, ഇനോർഗാനിക് സബ്സ്റ്റൻസസ്, ഓർഗാനിക് സബ്സ്റ്റൻസസ്. ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ചുറ്റും ഉണ്ടാവുന്ന ബേസിക് ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ ആവാം, ലൈറ്റ് ആവാം, ഹ്യൂമിഡിറ്റി ആവാം. എന്താണ് ഹ്യൂമിഡിറ്റി? നമുക്ക് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ കണ്ടന്റ്, അതിനാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയാം. അപ്പൊ അതിനെയൊക്കെ നമ്മൾ എന്തിൽ ഉൾപ്പെടുന്നത്? ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഇതെല്ലാം എക്കോസിസ്റ്റത്തിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ ബാധിക്കില്ലേ? ലൈഫിനെ ബാധിക്കും, മറ്റു കാര്യങ്ങളിലൊക്കെ ബാധിക്കും. അപ്പൊ അത് ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഇനി ഇനോർഗാനിക് സബ്സ്റ്റൻസിൽ വരുന്ന ആൾക്കാരാണ് വാട്ടർ, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓൾ ദീസ് ആർ ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. ഇനി ഓർഗാനിക് സബ്സ്റ്റൻസിലുണ്ട് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, നമ്മുടെ എൻസൈംസ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓർഗാനിക്കിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അബയോട്ടിക് കോമ്പൗണ്ട്സിനെ ഫിസിക്കൽ ഫാക്ടേഴ്സ്, ഇനോർഗാനിക് സബ്സ്റ്റൻസ്, ഓർഗാനിക് സബ്സ്റ്റൻസ് ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ ഫാക്ടേഴ്സിന് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ലൈറ്റ്. ഇനോർഗാനിക് സബ്സ്റ്റൻസ് വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ ഓർഗാനിക് സബ്സ്റ്റൻസ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ് നമുക്ക് പറയാം. ഇനി ബയോട്ടിക് കോമ്പൗണ്ട്സിനെ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ഈ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള അബയോട്ടിക് ഫാക്ടേഴ്സ് സ്വയം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ള, സ്വയം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള, താല്പര്യമുള്ളതല്ല, കഴിവുള്ള ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണെന്ത്? പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അഥവാ ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെയാണ് ബേസിക്കലി പ്രൈമറി പ്രൊഡ്യൂസറിൽ വരിക. ഗ്രീൻ പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ. ഇപ്പൊ കടലിനടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ആൽഗേസ് ഉണ്ട്, ആൽഗെ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ്, സ്വയം ഇങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള. വി ക്യാൻ സീ സം ആൽഗേസ്. അപ്പൊ അത്തരത്തിലുള്ള ആൽഗെ ഒക്കെ എന്താണ്? ദേ ആർ ഓൾസോ കൺസിഡർഡ് ആസ് പ്രൈമറി പ്രൊഡ്യൂസർ. അവരെ നമ്മൾ പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറയാം. ദെൻ കൺസ്യൂമേഴ്സ് ഉണ്ട്. എന്ത്? ഈ പ്രൈമറി പ്രൊഡ്യൂസറിലുള്ള എനർജി, അവരുണ്ടാക്കുന്ന എനർജിയെ കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ കൺസ്യൂമേഴ്സ്. നമ്മളൊക്കെ കൺസ്യൂമേഴ്സാണ്. ദെൻ ഡീകമ്പോസേഴ്സ് പറഞ്ഞല്ലോ, ഡെഡ് മാറ്റേഴ്സിൽ അതിൽ നിന്ന് എനർജി എടുക്കുന്ന ആൾക്കാർ ഡീകമ്പോസേഴ്സ്. മേജർലി ആരായിരിക്കും? ഈ മൈക്രോബ്സ് ഒക്കെയാണ് എന്ത്? ഡീകമ്പോസേഴ്സ്. അപ്പൊ ഇതാണ് കോമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റത്തിന്റെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കാം. ഇനി ബയോട്ടിക് കോമ്പോണൻസ് ആ പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വിൽ സി, ശ്രദ്ധിക്കാം. ബയോട്ടിക് കോമ്പോണൻസ് അതിൽ ഏറ്റവും ആദ്യം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അഥവാ ഓട്ടോട്രോഫ്സ്. പ്രൈമറി പ്രൊഡ്യൂസർ എന്താണെന്ന് പറഞ്ഞല്ലോ, സ്വയം എനർജി ഉണ്ടാക്കുന്ന ആൾക്കാർ.
അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ഓട്ടോട്രോഫ്സ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം. നമ്മൾ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് എന്താ? സ്വയം എഴുതുന്നത്. അപ്പൊ അതുപോലെ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. സോ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് സെൽഫ് നറിഷിംഗ്, അതായത് സ്വയം നോക്കി ജീവിക്കാൻ കഴിവുള്ള ആൾക്കാർ, ആർ ഗ്രീൻ പ്ലാന്റ്സ്, certain bacteria that carry out photosynthesis. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലേ? പ്ലാന്റ്സ് ക്ലോറോഫിൽ ഒക്കെ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ മിനറൽസിനെയും സൺലൈറ്റിനെയൊക്കെ വെച്ചിട്ട് അവർ എന്തുണ്ടാക്കുന്നു? സ്വയം ഉണ്ടാക്കുന്ന എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്, അതാണ് ഫോട്ടോസിന്തസിസ്. ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം മൈക്രോസ്കോപ്പിക് ആൽഗെ ആർ ദി പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ഗ്രീൻ പ്ലാന്റ്സ് മാത്രമാണോ പ്രൈമറി പ്രൊഡ്യൂസർ ആയിട്ട് വരിക? അല്ല. സ്വയം എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ആൾക്കാരും, ചില ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്, ആൽഗെ ഉണ്ട്, ഇവരെല്ലാവരും തന്നെ എന്താണ്? ഓൾ ദീസ് ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഇനി കൺസ്യൂമേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, കൺസ്യൂമേഴ്സിന് ഇവിടെ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്ന പോലെ കൺസ്യൂമേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെട്രോട്രോപ്സ്. കൺസ്യൂമേഴ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഹെട്രോട്രോപ്സ്. സോ കൺസ്യൂമേഴ്സ് അതർ നറിഷിംഗ് എന്നാണ് അതിനർത്ഥം. ആർ ഇൻകേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ദെയർ ഓൺ ഫുഡ്. നമ്മൾ അങ്ങനെയല്ലേ? നമുക്ക് ഇവിടെ ചുറ്റുമുള്ള വെള്ളം കുടിക്കാൻ പറ്റും, പക്ഷെ എന്നാലും ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് സ്വയം എനർജി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു പ്ലാന്റിനെയോ മറ്റ് ആനിമലിനെയോ നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ നമ്മളൊക്കെ എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്. സോ ദേ ഡിപ്പെൻഡ് ഓൺ ഓർഗാനിക് ഫുഡ് ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ്, ആനിമൽസ് ഓർ ബോത്ത്. മറ്റ് പ്ലാന്റിൽ നിന്നോ മറ്റ് ആനിമലിൽ നിന്നോ ഇത് രണ്ടിൽ നിന്നോ എനർജി ഡിറൈവ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അവരെ രണ്ടായി ഡിവൈഡ് ചെയ്യാം: മൈക്രോ കൺസ്യൂമേഴ്സ് ആൻഡ് മാക്രോ കൺസ്യൂമേഴ്സ്. മാക്രോ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ കൺസംഷൻ നടക്കുന്ന, അതിനുള്ളിൽ തന്നെ ജീവിച്ചുകൊണ്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ മൈക്രോ കൺസ്യൂമേഴ്സ്. മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ ഓർഗാനിസംസ്, ടൈഗർ ഒക്കെയാണ് എന്ത്? മാക്രോ കൺസ്യൂമറിൽ നമുക്ക് പറയാൻ സാധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കൺസ്യൂമേഴ്സിനെ ബേസിക്കലി നമുക്ക് ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ കൺസ്യൂമറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ് us കൺസിഡർ എ ഗ്രാസ്. നമുക്കൊരു ഗ്രാസ് കൺസിഡർ ചെയ്യാം. ഗ്രാസ്, ഈ ഗ്രാസിനെ ഫീഡ് ചെയ്ത് ജീവിക്കുന്ന ഡിയർ. ഓക്കെ, ഡിയറിനെ ഫീഡ് ചെയ്ത് ജീവിക്കുന്ന ടൈഗർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഗ്രാസ്, ഡിയർ, ടൈഗർ. അപ്പോൾ ഗ്രാസ് ആണ് ഇവിടുത്തെ പ്രൈമറി പ്രൊഡ്യൂസർ. ഈ പ്രൈമറി പ്രൊഡ്യൂസറിനെ കൺസ്യൂം ചെയ്യുന്ന ഡിയർ ഒരു കൺസ്യൂമറാണ്, ഡിയറിനെ കഴിക്കുന്ന ടൈഗറും ഒരു കൺസ്യൂമറാണ്. പക്ഷേ പ്രൈമറി പ്രൊഡ്യൂസറിൽ നിന്ന് നേരിട്ട് എനർജി എടുക്കുന്ന ആരാണ്? ഡിയർ ആണ്. അപ്പൊ ഡിയറിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിയർ ക്യാൻ ബി കോൾഡ് ആസ് ദി പ്രൈമറി കൺസ്യൂമർ. ഡിയറിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറി കൺസ്യൂമർ. ടൈഗറിനെ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡറി കൺസ്യൂമർ. ടൈഗർ നമുക്ക് എന്ത് പറയാം? സെക്കൻഡറി കൺസ്യൂമർ. ഓക്കെ, ഇനി ടൈഗറിന് മേലെയും ആളുണ്ടെങ്കിൽ, ആളില്ല ശരിക്കും, ടെറിഷറി കൺസ്യൂമർ. അങ്ങനെ മുകളിലേക്ക് പോകും. അപ്പോൾ പ്രൈമറി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൈമറി പ്രൊഡ്യൂസറിൽ നിന്ന് നേരിട്ട് എനർജി എടുക്കുന്ന ആളാണ് പ്രൈമറി കൺസ്യൂമർ. പ്രൈമറി കൺസ്യൂമറിനെ എനർജി എടുക്കുന്ന ആളാണത് സെക്കൻഡറി കൺസ്യൂമർ. സെക്കൻഡറി കൺസ്യൂമർ എനർജി എടുക്കുന്ന ആളാണത് ടെറിഷറി കൺസ്യൂമർ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസ് ഒന്ന് ബേസിക്കലി ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. റിഗാർഡിംഗ് എക്കോസിസ്റ്റം ആൻഡ് ഓൾ ദീസ് തിങ്സ് ഒന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ചു വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ട ടോപ്പിക് ഈസ് ദി ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻസ് ഇൻ എക്കോളജി. എക്കോളജിയിലുള്ള ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻസ്. അതായത് ഇപ്പൊ നമ്മുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ്, നമുക്കൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി ഒരു സൊസൈറ്റിയുടെ ഭാഗമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വി ആർ ഡിവൈഡ് ഡിഫറെന്റ്. ഇപ്പോൾ റൂറൽ ഏരിയ ആണെങ്കിൽ വില്ലേജ് ഉണ്ട്, അല്ലെ? വില്ലേജ് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, ഡിസ്ട്രിക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട്സിന് കൂടിയുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്, സ്റ്റേറ്റ്സ് കൂടിയുള്ള കൺട്രി ഉണ്ട്, കൺട്രീസ് ഒരു കോണ്ടിനെന്റിന്റെ ഭാഗമായിരിക്കും. അങ്ങനെ പല പല ലെവൽസിലാണല്ലോ പോകുന്നത്. അപ്പോൾ അതേപോലെ എക്കോളജിയിൽ നമുക്ക് പല പല ലെവൽസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻസ് ഇൻ എക്കോളജി. എക്കോളജിയിലുള്ള ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻസ് നോക്കുക. എക്കോളജി എൻകോംപസസ് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഓർഗാനിസംസ്, പോപ്പുലേഷൻസ്, കമ്മ്യൂണിറ്റീസ്, എക്കോസിസ്റ്റം, ബയോം, ബയോസ്ഫിയർ which form the various levels of ecological organization. അപ്പോൾ ഇവിടെ എക്കോളജിയുള്ള ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണ് ലെവൽസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ഇൻഡിവിജ്വൽസ്, രണ്ട് പോപ്പുലേഷൻ, മൂന്ന് കമ്മ്യൂണിറ്റി, നാല് നമ്മൾ നേരത്തെ പറഞ്ഞ എക്കോസിസ്റ്റം, ബയോം, ബയോസ്ഫിയർ. അപ്പൊ എത്ര എണ്ണമുണ്ട്? ഇൻഡിവിജ്വൽസ് 1, പോപ്പുലേഷൻ 2, കമ്മ്യൂണിറ്റീസ് 3, എക്കോസിസ്റ്റം 4, ബയോം ആൻഡ് ബയോസ്ഫിയർ. അങ്ങനെ 6 ലെവൽസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്കോളജിയിലെ ഡിവൈഡ് ചെയ്യാം. അതായത് നമ്മൾ ഓരോ ഓർഗാനിസത്തിന്റെ ബേസ് നമ്മൾ എടുത്തെടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ 6 ലെവൽസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നത്.
അപ്പോൾ 6 ലെവൽസ് ഞാൻ അടുത്ത ഇമേജ് കാണിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ദാ നോക്കുക. ഓക്കെ, യു ക്യാൻ സീ ദി ഇമേജ്. ഇൻഡിവിജ്വൽ, ഏറ്റവും ആദ്യം ഒരു ബേസിക് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ വാക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുമല്ലോ, ഒരാള് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം. ഇൻഡിവിജ്വലിന് മേലെ കിടക്കുന്ന ആര്? പോപ്പുലേഷൻ. അബോവ് ഇൻഡിവിജ്വൽ വി ഹാവ് ദി പോപ്പുലേഷൻ. പോപ്പുലേഷൻ മേഖലയിൽ കമ്മ്യൂണിറ്റി, അതിന് മുകളിൽ എക്കോസിസ്റ്റം, അബോവ് ദാറ്റ് ബയോം, ആൻഡ് ഫൈനലി കംസ് ബയോസ്ഫിയർ. അപ്പോ ഇതാണ് ഓരോ ലെവൽ. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്, ഇൻഡിവിജ്വൽസ് കൂടി വരുന്ന പോപ്പുലേഷൻ ഉണ്ട്, പോപ്പുലേഷൻ കൂടി വരുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റി ഒക്കെ കൂടി ചേർന്നാണ് എക്കോസിസ്റ്റം ഉണ്ടാവുന്നത്. അതിന്റെ ഒക്കെ ഇതിന് ടോട്ടലാണ് ബയോം, അതിനെയും ടോട്ടലായിട്ട് നമുക്ക് എന്ത് പറയാം? ബയോസ്ഫിയർ. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് എക്കോളജി. 6 ലെവൽസ് ഓർത്ത് വയ്ക്കുക. ഇൻഡിവിജ്വൽ, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, എക്കോസിസ്റ്റം, ദെൻ ബയോം, ബയോസ്ഫിയർ. ഇതാണ് ആ ഡിവിഷൻസ് വരുന്നത്. അപ്പോ നമുക്കിതിൽ ഓരോ ലെവൽസിലും ഓരോന്നും എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് തിങ്സ് ഇൻ ഡിഫറെന്റ് ലെവൽസ്, അതാണ് നമുക്കിനി നോക്കേണ്ടത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് വൺ. നമുക്ക് അതിൽ ഏറ്റവും ആദ്യം ഒന്നാമത്തെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ എന്താണ്? ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്താണെന്ന് നമുക്ക് പറഞ്ഞില്ലെങ്കിൽ അറിയാലോ. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിവിജ്വൽ. ഞാനും നിങ്ങളും എല്ലാം എന്താണ്? ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഗ്രാസ് ലാൻഡിൽ കൂടെ നടക്കുകയാണ്, അവിടുത്തെ ഒരു ഗ്രാസ് എന്ന് പറയുന്നതാണ് എന്ത്? ഇൻഡിവിജ്വൽ അല്ലെ? അപ്പൊ നോക്കുക, ഓർഗാനിസം is an individual living being that has the ability to act or function independently. Independently എന്ന് പറയുമ്പോൾ മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ല, പക്ഷേ അതിന്റെ ഫങ്ഷനിങ് ഒക്കെ സ്വയം തന്നെ ചെയ്യുന്നതായിരിക്കും. ഇറ്റ് മേ ബി എ പ്ലാന്റ്, ആനിമൽ, ബാക്ടീരിയം, ഫംഗൈ എക്സെട്ര. അങ്ങനെ എന്ത് തന്നെ ആയാലും സ്വയം ഒരു എക്സിസ്റ്റൻസ് ഉള്ള ആ ഒരു ഓർഗാനിസം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡിവിജ്വൽ എന്ന് പറയുക. ദാറ്റ്സ് വാട്ട് വി കോൾ ആസ് ഇൻഡിവിജ്വൽ. രണ്ടാമത് വരുന്നത് പോപ്പുലേഷൻ. സെക്കൻഡ് വൺ ഈസ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനസംഖ്യ എന്നൊക്കെ പറയുമ്പോൾ ജനക്കൂട്ടം എന്ന് പറയുന്നതാണല്ലോ പോപ്പുലേഷൻ. ഇവിടെ പോപ്പുലേഷൻ എന്നുള്ള കോണ്ടെക്സ്റ്റിൽ അർത്ഥം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ധാരാളം ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ഉണ്ടാവും. നമ്മൾ റീജിയൻ എടുക്കുകയാണ്, ആ റീജിയനിൽ ധാരാളം ഡിഫറെന്റ് സ്പീഷീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പട്ടി ഉണ്ടാവും, പൂച്ചയുണ്ടാവും, പശുക്കളുണ്ടാവും, അങ്ങനെ ഒരുപാട് സ്പീഷീസ് ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി കൂട്ടുന്നതല്ല പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നമ്മൾ ബേസിക്കലി ഒരു സിംഗിൾ സ്പീഷീസിനുള്ളിലുള്ള ഓർഗാനിസത്തിനെ മാത്രമേ കണക്ക് കൂട്ടുള്ളൂ. അതായത് എത്ര പട്ടികളുണ്ട്, അതാണ് പട്ടികളുടെ പോപ്പുലേഷൻ. എത്ര പൂച്ചകളുണ്ട്, അതാണ് പൂച്ചകളുടെ പോപ്പുലേഷൻ. അപ്പോൾ ആ ഒരു സ്പീഷീസിനുള്ളിൽ എത്ര ഓർഗാനിസംസ് ഉണ്ട്, എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ടെന്ന് പറയുന്നതാണ് എന്ത്? ആ ഒരു പോപ്പുലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കുക, പോപ്പുലേഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് യൂഷ്വലി ഓഫ് ദി സെയിം സ്പീഷീസ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. occupying a defined area during a specific time. ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു ഡിഫൈൻഡ് ഏരിയയിൽ ഒരു സ്പീഷീസിനുള്ളിലുള്ള എത്ര ഓർഗാനിസംസ് ഉണ്ട് എന്ന് പറയുന്നതാണ് എന്ത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് വാട്ട് വി കോൾ ആസ് ദി പോപ്പുലേഷൻ. അപ്പോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ്സ് എ ഗ്രൂപ്പ്, ഇറ്റ്സ് എ നമ്പർ ഓഫ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ ഇന്റർബ്രീഡ്. ഇങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. ഇന്റർബ്രീഡ് ചെയ്യുവാൻ കഴിവുള്ള ഓർഗാനിസത്തിന്റെ ഒരു ഗ്രൂപ്പ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് പോപ്പുലേഷൻ. അപ്പൊ മനസ്സിലാക്കി വെക്കുക, അവിടെയുള്ള എല്ലാ ആനിമൽസിലെ എണ്ണുന്നതല്ല അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു പെർട്ടിക്കുലർ സ്പീഷീസിൽ എത്ര ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഉണ്ടെന്ന് പറയുന്നതാണ് എന്ത്? പോപ്പുലേഷൻ എന്നുള്ള ടേം. അപ്പൊ ഇൻഡിവിജ്വൽ കഴിഞ്ഞു, അടുത്ത ലെവൽ പോപ്പുലേഷൻ. പോപ്പുലേഷൻ കഴിഞ്ഞ ലെവൽ നമ്മൾ എന്താ പറഞ്ഞത്? കമ്മ്യൂണിറ്റി. Let us consider a community. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലാർജർ റീജിയൻ. പക്ഷേ ദാറ്റ് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി വിൽ ബി ഓഫൺ നെയിംഡ് ആഫ്റ്റർ ദി ഡോമിനന്റ് പ്ലാറ്റ്ഫോം. അവിടെയുള്ള ഡോമിനന്റ് പ്ലാറ്റ്ഫോമിന്റെ പേരിലായിരിക്കും എന്ത്? ആ കമ്മ്യൂണിറ്റി അറിയപ്പെടുന്നുണ്ടാവുക. ഡോമിനന്റ് പ്ലാറ്റ്ഫോം നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാം. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഒരു ഗ്രാസ് ലാൻഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഒരു വലിയ റീജിയൻ നിറച്ച് ഇങ്ങനെ പുല്ല് വളർന്നു നിൽക്കുന്ന റീജിയൻ, മേ ബി ഇപ്പോൾ ഒരു ഗ്രൗണ്ട് പോലെ നിറച്ച് പുല്ലുള്ള റീജിയൻ ആണെന്ന് വിചാരിക്കാം. അവിടെ അതിൻ്റെ ബൗണ്ടറീസിലൊക്കെ ആയിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ടും കുറച്ച് മരങ്ങളും ഉണ്ട്. വി ഹാവ് സം ട്രീസ് ഓവർ ദെയർ. അപ്പോൾ അവിടെ ഗ്രാസും ഉണ്ട്, ട്രീസും ഉണ്ട്. അവിടെ ഗ്രാസ് ഹോപ്പേഴ്സ് ഉണ്ടാവും അല്ലെ? ഗ്രാസ് ഹോപ്പേഴ്സിനെ പിടിക്കുന്ന ചിലപ്പോൾ ചെറിയ ചെറിയ ഫ്രോഗ്സ് ഉണ്ടാവും, ചിലപ്പോൾ സ്നേക്ക് ഉണ്ടാവും, കുറെ ബേർഡ്സ് ഉണ്ടാവും പറന്ന് നടക്കുന്നത്. ഇത്രയൊക്കെ ഓർഗാനിസംസ് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ വിളിക്കുന്നത് ഗ്രാസ് ലാൻഡ് എന്നായിരിക്കും. നമ്മൾ അതിനെ വിളിക്കുക ഗ്രാസ് ലാൻഡ് എന്നായിരിക്കും അല്ലെ? ഇപ്പൊ നമ്മൾ മുളങ്കാട് എന്ന് പറയുമ്പോൾ there is a region there are a lot of bamboo അല്ലെ? അതല്ല മുളങ്കാട് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ബാംബു മാത്രമാണോ ഉള്ളത്? അല്ല. പക്ഷേ അവിടുത്തെ ഡോമിനന്റ് പ്ലാറ്റ്ഫോം ബാംബു ആയതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ വിളിക്കുന്നു.
അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ റീജിയൻ വിച്ച് ഇസ് ഓഫൺ നെയിംഡ് ആഫ്റ്റർ ദി ഡോമിനന്റ് പ്ലാറ്റ്ഫോം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കമ്മ്യൂണിറ്റീസ് എന്ന് വിളിക്കുക. നോക്കുക, കമ്മ്യൂണിറ്റീസ് ആർ നെയിംഡ് ആഫ്റ്റർ ദി ഡോമിനന്റ് പ്ലാറ്റ്ഫോം. ഫോർ എക്സാമ്പിൾ, എ ഗ്രാസ്ലാൻഡ് കമ്മ്യൂണിറ്റി ഈസ് ഡോമിനേറ്റഡ് ബൈ ഗ്രാസസ് ദോ ഇറ്റ് മൈറ്റ് കണ്ടെയ്ൻ സർട്ടൈൻ ഹെർബ്സ്, ട്രീസ് എക്സെട്ര. മറ്റ് പ്ലാന്റ്സോ മറ്റ് ലിവിങ് ഓർഗാനിസം ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? എപ്പോഴും ഗ്രാസ് ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഡോമിനന്റ് പ്ലാറ്റ്ഫോമിന്റെ പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ദാറ്റ്സ് വാട്ട് വി കോൾ ആസ് ദി കമ്മ്യൂണിറ്റി. ഓക്കെ, കമ്മ്യൂണിറ്റിയിലെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻടു മേജർ കമ്മ്യൂണിറ്റി ആൻഡ് മൈനർ കമ്മ്യൂണിറ്റീസ്. കമ്മ്യൂണിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു മേജർ കമ്മ്യൂണിറ്റീസ് ആൻഡ് മൈനർ കമ്മ്യൂണിറ്റീസ്. ഇതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് ടേം പറയാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേജർ കമ്മ്യൂണിറ്റീസ് ദേ ആർ ഓഫൺ ലാർജ് സൈസ് കമ്മ്യൂണിറ്റീസ്. വലിയ സൈസ് ഉള്ള ഒരുപാട് റീജിയൻ കവർ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്ത് പറയാ? മേജർ കമ്മ്യൂണിറ്റി എന്ന് പറയാം. സോ മേജർ കമ്മ്യൂണിറ്റീസ് ആർ ഓഫൺ ലാർജ് സൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. നോക്കുക, ദീസ് ആർ ലാർജ് സൈസ് ആൻഡ് റിലേറ്റീവ്ലി ഇൻഡിപെൻഡന്റ്. എക്സാമ്പിൾ നോക്കൂ, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനങ്ങനെ വിളിക്കാൻ കാരണം എന്താ? അവിടെ കൂടുതലും എവർഗ്രീൻ ട്രീസ് ആയതുകൊണ്ടായിരിക്കും. പക്ഷെ അവിടെ എല്ലാം എവർഗ്രീൻ ആയിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. എന്നാലും നമ്മൾ അങ്ങനെ വിളിക്കുക. പക്ഷെ അത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റീജിയൻ കവർ ചെയ്യുന്നതാണ് അല്ലെ? അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മേജർ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നു. ദേ ആർ ഇൻഡിപെൻഡന്റ്. ദേ ആർ ഇൻഡിപെൻഡന്റ്. പക്ഷേ മൈനർ കമ്മ്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ ദേ ഡിപ്പെൻഡ് ഓൺ ദി നൈബറിംഗ് കമ്മ്യൂണിറ്റി. മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്ത് പറയാ? മൈനർ കമ്മ്യൂണിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ മാറ്റ് ഓഫ് ലൈക്കൺ ഓൺ എ കൗ ഡങ് പാഡ്. കൗഡങ്ങില് ഉണ്ടാവുന്ന ഈ പൂപ്പല് പോലെയുള്ള ഒരു മാറ്റ് ഓഫ് ലൈക്കൺ, ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ എത്രത്തിൽ കാണുന്ന പൂപ്പല് പോലെ സാധനങ്ങൾ കുറെ കഴിയുമ്പോൾ അതിൽ വരുമല്ലോ, അതിനെ നമ്മൾ വിളിക്കും മൈനർ കമ്മ്യൂണിറ്റി എന്നാണ്. കാരണം ഈ കൗഡങ്ങിന് എത്രത്തോളം എക്സിസ്റ്റൻസ് ഉണ്ടോ അത്രയും കാലം മാത്രമേ ആ ഒരു ലൈക്കണ്ണും എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുക? മൈനർ കമ്മ്യൂണിറ്റി. ഈ മൈനർ കമ്മ്യൂണിറ്റി അറിയാതെ തന്നെ മറ്റൊരു മേജർ കമ്മ്യൂണിറ്റിയുടെ ഭാഗവുമായിരിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ, അവിടെയുള്ള ഒരു ഗ്രാസ് ലാൻഡിൽ പശുവും കൂടി ജീവിക്കുന്നുണ്ട് വിചാരിക്കുക. ആ ഗ്രാസ് ലാൻഡിൽ ജീവിക്കുന്ന പശുവിന്റെ കൗഡങ്ങിൽ വരുന്നതാണ് എന്ത്? ഈ പറയുന്ന ലൈക്കണ്ട പാഡ്. സോ ബേസിക്കലി അത് ആ ഗ്രാസ് ലാൻഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് താനും. ആ പെർട്ടിക്കുലർ കൗഡങ്ങിന്റെ എക്സിസ്റ്റൻസ് എത്രയുണ്ടോ അത്ര വരെ മാത്രമേ അതിനും എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? മൈനർ കമ്മ്യൂണിറ്റി എന്ന് പറയും. നോക്കുക, ദീസ് ഡിപ്പെൻഡ് ഓൺ നൈബറിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ആർ ഓഫൺ കോൾഡ് സൊസൈറ്റീസ്. സൊസൈറ്റീസ് എന്നുള്ള പേരിലും പറയും. ദേ ആർ സെക്കൻഡറി അഗ്രിഗേഷൻസ് വിത്തിൻ എ മേജർ കമ്മ്യൂണിറ്റി. എക്സാമ്പിൾ, മാറ്റ് ഓഫ് ലൈക്കൺ ഓൺ എ കൗഡങ് പാഡ്. കൗഡങ് പാഡുള്ള മാറ്റ് ഓഫ് ലൈക്കൺ, ഇതിനെ നമ്മൾ എന്ത് പറയാ? മൈനർ കമ്മ്യൂണിറ്റി എന്ന് പറയാം. സോ ദിസ് ഈസ് റിഗാർഡിംഗ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇൻഡിവിജ്വൽ, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, 3 ലെവൽസ് ആയി. അടുത്തത് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താണ് എക്കോസിസ്റ്റം നമുക്കറിയാം അല്ലെ? എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ റീജിയൻ, അത് വലുതോ ചെറുതോ ആകാം എന്ന് നമ്മൾ പറഞ്ഞു. അവിടെയുള്ള ലിവിങ് തിങ്സ് ഉണ്ടാവും, നോൺ ലിവിങ് തിങ്സ് ഉണ്ടാവും. ലിവിങ് തിങ്സ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്? എക്കോസിസ്റ്റം. സോ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഹാബിറ്റാറ്റ്സ് ഓഫ് വേരിയസ് സ്പീഷീസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് വായിച്ചു പോവാം. വേരിയസ് സ്പീഷീസ് അല്ലെ? ഹാബിറ്റാറ്റ്സ് ഓഫ് വേരിയസ് സ്പീഷീസ് യൂഷ്വലി ഓവർലാപ്പിംഗ് വിത്ത് ഈച്ച് അതർ. നോക്കുക, ദി ഓർഗാനിസംസ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ദെയർ എൻവയോൺമെന്റ് സച്ച് ദാറ്റ് ദി എനർജി ഈസ് എക്സ്ചേഞ്ച് ആൻഡ് സിസ്റ്റം ലെവൽ പ്രോസസ്സസ്. അവർ തമ്മിലുള്ള എനർജി എക്സ്ചേഞ്ച് ഉണ്ടാവും. അത് മാത്രമല്ല മറ്റ് പ്രോസസ്സും നടക്കുന്നുണ്ടാവും. അപ്പൊ അത് എങ്ങനെ ഇറങ്ങുന്ന ലൈക്ക് അങ്ങനെ ഒരുപാട് ഹാബിറ്റാറ്റ്സ് കൂടി ചേർന്ന് ഒന്നെയാണ് നമ്മൾ എന്ത് പറയുക? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ പഠിച്ചാൽ മതി. അതാണ് എക്കോസിസ്റ്റം അല്ലെ? അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ഡിഫറെന്റ് ഓർഗാനിസംസ് വിച്ച് ആർ ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് അതർ ഫോർ ലിവിങ്. അപ്പൊ ഇതാണ് എന്ത്? എക്കോസിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ നമുക്ക് എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരു ടേം കൂടി, 1-2 ടേംസ് നമുക്ക് കൂടെ നോക്കാനുണ്ട്. അതിലൊരു ടേമാണ് എക്കോട്ടോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ചോദിക്കാവുന്നതാണ്. എക്കോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എക്കോട്ടോൺ എന്നുള്ള കാര്യം നമുക്ക് വേണ്ടി ചോദിക്കാം. സോ വിൽ സി എക്കോട്ടോൺ. അപ്പൊ ഞാൻ ആദ്യം എക്കോട്ടോൺ എന്താണെന്ന് സിംപിളി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സപ്പോസ് നമുക്കിവിടെ വി ഹാവ് എ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. ഓക്കെ, ലാൻഡ് ആണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. നമ്മളിവിടുന്ന് കുറച്ച് നീക്കിയിട്ട് അല്ലെങ്കിൽ ഇതിവിടെ ആയിട്ട് വി ഹാവ് ദി അക്വാട്ടിക് എക്കോസിസ്റ്റം. അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വി ക്യാൻ സേ ഓഷ്യൻ ഉള്ള ഭാഗമാണെന്ന് വിചാരിക്കാം. വി ഹാവ് ഓഷ്യൻസ്. സോ ഓഷ്യൻ ഉള്ള ഭാഗമായതുകൊണ്ട് വി ഹാവ് അക്വാട്ടിക് എക്കോസിസ്റ്റം. നമുക്ക് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഉണ്ട്, അക്വാട്ടിക് എക്കോസിസ്റ്റം ഉണ്ട്. എക്കോട്ടോൺ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സോൺ ഓഫ് ട്രാൻസിഷൻ ബിറ്റ്വീൻ 2 different biomes.
രണ്ട് ഡിഫറെൻ്റ് ആയ ബയോംസിനിടയിലുള്ള ഒരു ട്രാൻസിഷൻ സോണിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്കോട്ടോൺ എന്ന് പറയാം. ഒന്നുകൂടി പറഞ്ഞുതരാം. രണ്ട് ഡിഫറെൻറ്റ് ബയോംസിനിടയിലുള്ള ട്രാൻസിഷൻ സോൺ. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. നമ്മൾ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം വരച്ചു, അക്വാട്ടിക് എക്കോസിസ്റ്റം വരച്ചു. അപ്പോൾ ടെറസ്ട്രിയൽ ലാൻഡ്, അക്വാട്ടിക് നമ്മൾ പറഞ്ഞു എന്താണ്? കര അല്ലെങ്കിൽ വെള്ളം. അപ്പോൾ നമുക്ക് പൊതുവെ കരയ്ക്കും ഇപ്പൊ കടലിനും ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ഉണ്ട്. വി കോൾ ദം ആസ് മാംഗ്രോവ്സ്. കണ്ടൽ കാടുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ലെറ്റ് us കൺസിഡർ മാംഗ്രോവ്സ്. മാംഗ്രോവ്സ് എവിടെ ഉണ്ടാവുന്നത്? പൊതുവെ ടെറസ്ട്രിയലിനും അക്വാട്ടിക്കിനും ഇടയിലുള്ള സ്ഥലത്താണ് മാംഗ്രോവ്സ് ഉണ്ടാവുക. ഓക്കെ, കൺസിഡറിങ് മാംഗ്രോവ് എക്കോസിസ്റ്റം, മാംഗ്രോവ് നമുക്ക് എവിടെയാണ് കാണുക? ഒരു ടെറസ്ട്രിയലിന്റെയും അക്വാട്ടിക്കിന്റെയും ഇടയിലാണ് കാണാൻ പറ്റുക അല്ലെ? നമ്മൾ കണ്ടൽ കാടുകൾ എന്ന് പറയുന്നതാണ് മാംഗ്രോവ് എക്കോസിസ്റ്റം. നമ്മൾ കണ്ടൽ കാട് നമ്മൾ എവിടെ കാണാൻ പറ്റുന്നത്? പൊതുവെ കായലുകൾക്കോ അല്ലെങ്കിൽ കടലിനോ അത് കരയ്ക്കും ഇടയിലായിട്ടുള്ള ഭാഗത്ത് കാണുന്നതാണ് മാംഗ്രോവ് എക്കോസിസ്റ്റം. അപ്പോൾ മാംഗ്രോവിനെ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ട്രാൻസിഷൻ സോൺ ആയിട്ട് പറയാം. നമ്മൾ എക്കോട്ടോൺ പറഞ്ഞ ഡെഫിനിഷൻ എന്താ? ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ടു ഡിഫറെന്റ് ബയോംസ് അല്ലേ? ടെറസ്ട്രിയൽ ഒന്നൊരു ബയോം, അക്വാട്ടിക് മറ്റൊരു എക്കോസിസ്റ്റം. ഇതിനിടയിൽ വരുന്ന ഒരു ട്രാൻസിഷൻ സോണാണ് മാംഗ്രോവ്. അപ്പോൾ ട്രാൻസിഷൻ സോൺ എന്ന് പറയുമ്പോൾ മാംഗ്രോവ്സ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ ഒരു ചിത്രം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. എങ്ങനെ ഉണ്ടാവുന്നത്? കംപ്ലീറ്റ്ലി കരയുടെ ഫീച്ചേഴ്സ് ആണോ ഉള്ളത്? അല്ല. എന്നാൽ കംപ്ലീറ്റ്ലി കടലിന്റെ ഫീച്ചേഴ്സ് ആണോ ഉള്ളത്? അല്ല. രണ്ടിന്റെയും ഫീച്ചേഴ്സ് കുറച്ച് കാണാൻ പറ്റും അല്ലെ? ചില ഭാഗത്ത് ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ച് കര പോലെ സെറ്റപ്പ് ഉണ്ടാവും, ചില ഭാഗത്ത് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ടാവും, എന്നാൽ ഡീപ്പ് വാട്ടർ ആയിരിക്കില്ല സാധനം. അങ്ങനെ കാണുന്നതാണ് മാംഗ്രോവ് എക്കോസിസ്റ്റം അല്ലെ? സോ മാംഗ്രോവ് is an ecotone between terrestrial and aquatic ecosystem. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. Let us consider a desert. Okay, we have a desert over here. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ ഡെസേർട്ട് ഉണ്ട്, ഇവിടെ ഫോറസ്റ്റ് ഉണ്ട്. ഡെസേർട്ട് ഒറ്റയടിക്ക് എൻഡ് ചെയ്ത് ഫോറസ്റ്റ് ആയി തുടങ്ങുകയല്ല ചെയ്യുന്നത്. ഈ ഡെസേർട്ടിനും ഫോറസ്റ്റിനിടയിലായിട്ട് വി മൈറ്റ് ഹാവ് സം ഗ്രാസ് ലാൻഡ്സ്. അതായത് ഒട്ടും വെജിറ്റേഷൻ ഇല്ലാത്ത ഡെസേർട്ട്, കുറച്ച് വെജിറ്റേഷൻ ഉള്ള ഗ്രാസ് ലാൻഡ്, കുറെ വെജിറ്റേഷൻ ഉള്ള ഫോറസ്റ്റ്, അങ്ങനെയായിരിക്കും ഡിവിഷൻ. അപ്പൊ ഗ്രാസ് ലാൻഡ് എന്താ? ഇറ്റ് ഈസ് ദി എക്കോട്ടോൺ ബിറ്റ്വീൻ ഡെസേർട്ട് ആൻഡ് ഫോറസ്റ്റ്. അപ്പൊ ഇത്തരത്തിൽ രണ്ട് ഡിഫറെന്റ് എക്കോസിസ്റ്റം നടുക്കുള്ള ഒരു ട്രാൻസിഷൻ സോൺ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എക്കോട്ടോൺ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, എക്കോട്ടോൺ ഇസ് എ സോൺ ഓഫ് ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ഡൈവേഴ്സ് എക്കോസിസ്റ്റംസ്. ഇത്ര അത്യാവശ്യം വ്യത്യാസങ്ങളുള്ള രണ്ട് എക്കോസിസ്റ്റത്തിനിടയിലുള്ള ഒരു ട്രാൻസിഷൻ സോൺ അല്ലെങ്കിൽ സോൺ ഓഫ് ജംഗ്ഷൻ ആണ് എന്ത്? എക്കോട്ടോൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മാംഗ്രോവ് ഫോറസ്റ്റ് റെപ്രസെന്റ് ആൻ എക്കോട്ടോൺ ബിറ്റ്വീൻ മെറൈൻ ആൻഡ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. കരയിലുള്ള എക്കോസിസ്റ്റന്റെയും കടലിലെ എക്കോസിസ്റ്റന്റെയും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോൺ ആയിട്ട് മാംഗ്രോവ് ആക്ട് ചെയ്യുന്നു. അപ്പൊ മാംഗ്രോവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്കോട്ടോൺ. അപ്പൊ ഇത്തരത്തിലുള്ള ട്രാൻസിഷൻ സോൺ എക്കോട്ടോൺ. അപ്പൊ എക്കോട്ടോണിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്കോട്ടോണിന് കുറച്ച് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ചില സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഭാഗത്തെയാണ് നമ്മൾ പൊതുവെ എക്കോട്ടോൺ എന്നുള്ള പേരിൽ പറയാം. അപ്പൊ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. അപ്പോൾ ഞാൻ എക്കോട്ടോണിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ മാംഗ്രോവ് ഫോറസ്റ്റ് അങ്ങോട്ട് പൊക്കോട്ടെ. ആ കണ്ടൽ കാടുകൾ എന്നുള്ള ഭാഗം, അതായത് കണ്ടൽ കാടിന്റെ ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അത്ര ചെടികളുണ്ട്, ചെളിയാണ്, കുറച്ച് ലാൻഡ് ഉണ്ട്, അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അക്വാട്ടിക്കിനും ടെറസ്ട്രിയലും ഇടയിലുള്ള ഒരു കണ്ടീഷനിൽ നടക്കുന്ന മാംഗ്രോവ്സ് എന്ന് മനസ്സിലേക്ക് പൊക്കോട്ടെ. നമുക്ക് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എക്കോട്ടോണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, സോ ഇഫ് യു കൺസിഡർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കോട്ടോൺ, നോക്കുക. It may be narrow or quite wide. അതായത് നിങ്ങൾ ഈ ഫിഗർ നോക്കൂ. ഈ ഫിഗറിൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ലാൻഡ്, ഇത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണ്, ഇവിടെ അക്വാട്ടിക് എക്കോസിസ്റ്റം ആണ്, അതിനിടയിലുള്ള ട്രാൻസിഷൻ സോൺ ആണ് മാംഗ്രോവ്സ് പോലെ ട്രാൻസിഷൻ സോൺ ആണ് നമ്മുടെ എക്കോട്ടോൺ. അപ്പൊ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താ? എക്കോട്ടോൺ ഇറ്റ് മേ ബി നാരോ ഓർ ക്വൈറ്റ് വൈഡ്. ചില സ്ഥലത്ത് എക്കോട്ടോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും, വളരെ നാരോ, ചെറിയ വിടുത്തേ ഉണ്ടാവുള്ളൂ, ചില ഭാഗത്ത് വൈഡ് ആവും. അതെങ്ങനെ വേണമെങ്കിലും ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദി റീജിയൻ. ഇറ്റ് മേ ബി നാരോ ഓർ ഇറ്റ് മേ ബി വൈഡ്. രണ്ട്, it has the conditions intermediate. It has the conditions intermediate to the adjacent ecosystem. Hence, it is a zone of tension. അതായത് അതിന്റെ രണ്ട് സൈഡിലുള്ള എക്കോസിസ്റ്റത്തിന്റെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ മാംഗ്രോവ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് കര, മറ്റൊന്ന് വാട്ടർ ആണല്ലോ. അപ്പോൾ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റന്റെയും അക്വാട്ടിക് എക്കോസിസ്റ്റന്റെയും ഇടയിലുള്ള കണ്ടീഷൻസ് ആണ് കാണാൻ പറ്റുക. അതായത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി റോക്കി സർഫസ് ആയ, ഹാർഡ് സർഫസ് ആയ ഭാഗം, അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് ഇത് ചെളി പിടിച്ച പോലെ കണ്ടീഷനുള്ള മാംഗ്രോവിൽ ഉണ്ടാവുക. സോ ഇറ്റ്സ് ആൻ ഇന്റർമീഡിയറ്റ് നമുക്ക് പറയാം. It is linear as it shows progressive increase in species composition of one incoming community
and a simultaneous decrease in species of other outgoing adjoining community. സെന്റൻസ് വായിക്കുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇറ്റ് ഈസ് ലീനിയർ ആസ് ഇറ്റ് ഷോസ് പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ സ്പീഷീസ് കോമ്പോസിഷൻ ഓഫ് വൺ ഇൻകമിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് എ സൈമിൾട്ടേനിയസ് ഡിക്രീസ് ഇൻ സ്പീഷീസ് ഓഫ് അതർ ഔട്ട് ഗോയിങ് അഡ്ജോയിനിങ് കമ്മ്യൂണിറ്റി. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ലാൻഡ് ആണ്, ഇവിടെ ഓഷ്യൻ ഉണ്ട് അല്ലെങ്കിൽ അക്വാട്ടിക് സിസ്റ്റം ഉണ്ട്. നമ്മൾ ലാൻഡിൽ നിന്ന് ഇങ്ങനെ ഓഷ്യനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്കോട്ടോണിലേക്ക് കടന്നു. എക്കോട്ടോണിൽ മുന്നിലേക്ക് പോകും തോറും ലാൻഡിന്റെ ഫീച്ചേഴ്സ്, ലാൻഡിൽ കാണുന്ന ഓർഗാനിസം അവരുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യും. പിന്നെ അവിടെ പോകും തോറും ഓഷ്യന്റെ ഫീച്ചേഴ്സ്, ഓഷ്യനിൽ കാണുന്ന ഓർഗാനിസത്തിന്റെ എമൗണ്ട് കൂടി വരികയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ when we move from one ecosystem to another, എക്കോട്ടോണിലേക്ക് കടന്നു കഴിയുമ്പോൾ ഗ്രാജുവലി എന്ത് ചെയ്യും? ഈ നമ്മൾ എവിടെ നിന്നാണോ വരുന്നത് അവരിന്റെ ഫീച്ചേഴ്സ് കുറഞ്ഞു വരികയും നമ്മൾ എവിടേക്കാണോ പോകുന്നത് അവരിന്റെ ഫീച്ചേഴ്സ് കൂടി വരികയും ചെയ്യും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, സോ ആ ലീനിയർ പ്രോഗ്രസ് എന്ന് പറയുന്ന ഭാഗം അതാണ്. മൂവിങ് ഓൺ. A well-developed ecoton contains some organisms which are entirely different from that of the adjoining communities. Sorry. അതായത് ഒരു വെൽ ഡെവലപ്ഡ് ആയ എക്കോട്ടോൺ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാംഗ്രോവിനെ തന്നെ വിചാരിക്കാം. മാംഗ്രോവ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരയിലും കടലിലും ഇടയിലുള്ള എക്കോട്ടോണാണ് മാംഗ്രോവ്. കരയിൽ കാണുന്ന ചില ഓർഗാനിസം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, യെസ്, കാണാൻ പറ്റും. കടലിൽ കാണുന്ന ചില ഫിഷസിനെയും ഇവിടെ മാംഗ്രോവ്സിൽ കാണാൻ പറ്റും. വെള്ളമുള്ള ഭാഗത്ത് കാണാൻ പറ്റും. യെസ്. ഇത് രണ്ടും കൂടാതെ രണ്ടിടത്തും കാണാത്ത വേറെ സ്പീഷീസുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആംഫീബിയൻസ്, ഇപ്പൊ ടോട്ടോയ്സ് ആയിക്കോട്ടെ, ക്രാബ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഓർഗാനിസം രണ്ട് എക്കോസിലും ഇല്ലാത്ത ചില ഓർഗാനിസം നമുക്ക് എവിടെ കാണാൻ പറ്റും? എക്കോട്ടോണിൽ കാണാൻ പറ്റും. നോക്കുക, it may contain some organism which are entirely different from that of adjoining communities. Sometimes the number of species and the population density of some of the species is much greater in this zone than either community. ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സ്ഥലത്തേക്കാൾ കൂടുതൽ സ്പീഷീസുകളുടെ എണ്ണം ഇവിടെ ഉണ്ടാവാം, കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയും ഇവിടെ ഉണ്ടാവാം. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ റീജിയനിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? നമുക്ക് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിന്റെയും അക്വാട്ടിക് സിസ്റ്റത്തിന്റെ ഇടയിൽ കിടക്കുന്ന ട്രാൻസിഷൻ സോണായ മാംഗ്രോവ്സിൽ ടെറസ്ട്രിയൽ കാണുന്ന അനിമൽസിനെയും കാണാൻ പറ്റും, അക്വാട്ടിക്കിൽ കാണുന്ന അനിമൽസിനെയും കാണാൻ പറ്റും, ഇത് രണ്ടിലുമല്ലാത്ത അനിമൽസിനെയും കാണാൻ പറ്റും. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ സ്പീഷീസിന്റെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ എക്കോട്ടോണിൽ നമുക്ക് കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടാവുന്നു, കൂടുതൽ സ്പീഷീസ് ഉണ്ടാവുന്നു. ആ ഒരു പെർട്ടിക്കുലർ എഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? എഡ്ജ് എഫക്ട്. നോക്കി വെക്കേണ്ട ടൈമാണ് എഡ്ജ് എഫക്ട്. അപ്പൊ എന്താണ് എഡ്ജ് എഫക്ട്? In ecoton we can see the species from both the different ecosystems, also species from other species than both the ecosystems. So the species number, population density will be high in ecotons. അതാണ് നമ്മൾ പറയുന്ന പേരാണെന്ത്? എഡ്ജ് എഫക്ട്. അപ്പൊ എഡ്ജ് എഫക്ട് എന്താണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ എക്കോട്ടോണിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഒന്നുകൂടി നമ്മൾ ഓർക്കുകയാണെങ്കിൽ, ഇറ്റ് മേ ബി നാരോ ഓർ ക്വൈറ്റ് വൈഡ്. ഓക്കെ, രണ്ട് ഇന്റർമീഡിയറ്റ് കണ്ടീഷൻസ് ആയിരിക്കും. എന്തിന്? രണ്ട് എക്കോസിനെ വെച്ച് നോക്കുമ്പോൾ ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ ആയിരിക്കും. മൂന്ന്, പ്രോഗ്രസീവ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഉണ്ടാവും നമ്മൾ മുന്നോട്ട് പോകും തോറും. നാല്, we might have species that are entirely different from both the ecosystems. അഞ്ച്, the species density, species number will be higher than both the ecosystems. അതിന് നമ്മൾ എന്ത് പറയും? എഡ്ജ് എഫക്ട്. അപ്പോൾ ഇതാണ് എന്ത്? എക്കോട്ടോൺ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായിട്ട് എക്കോട്ടോണെ പറ്റി ഓർത്തു വെക്കാൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ടേം ആണ് എക്കോളജിക്കൽ നിഷ് എന്ന് പറയുന്നത്. ദാറ്റ്സ് വാട്ട് വി കോൾ ആസ് എക്കോളജിക്കൽ നിഷ്. എക്കോളജിക്കൽ നിഷ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കീ വേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ദി യുണീക് ഫങ്ഷണൽ റോൾ എന്ന് പറയുന്ന വാക്കാണ്. എക്കോളജിക്കൽ നിഷ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് യുണീക് ഫങ്ഷണൽ റോൾ. അതായത് നമ്മുടെ എൻവയോൺമെന്റിൽ ഓരോ ഓർഗാനിസവും ചെയ്യുന്ന യുണീക് ഫങ്ഷണൽ റോൾസ് ഉണ്ട്. യുണീക് ഫങ്ഷണൽ റോൾസ്, യുണീക്ക് എന്നുള്ള വാക്കർത്ഥം എന്താ? അതിനാൽ മാത്രം സാധിക്കുന്നത്, ലൈക്ക് അത് മാത്രം ചെയ്യുന്നത് എന്ന രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെറുപ്പത്തിൽ ചെറിയ സ്കൂളിലൊക്കെ പോകുമ്പോൾ പഠിക്കുന്ന കാര്യമാണ്, നമ്മുടെ ചുറ്റുവട്ടം ശുചിയായി സൂക്ഷിക്കാൻ നമ്മളെ കാക്കകൾ സഹായിക്കുന്നു. ക്രോ നമ്മൾക്ക് പരിസരം ശുചിയാക്കുന്നു നമ്മൾ കേൾക്കുന്നുണ്ടാവും. ക്രോ ബേസിക്കലി ശുചിയാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇടുന്ന പല വേസ്റ്റും ഈ ക്രോ കൊത്തി കഴിക്കും, അല്ലേ? ക്രോ മാത്രമാണ് അങ്ങനെ ഭക്ഷിക്കുന്നത്? അല്ല, വേറെയും ബേർഡ്സ് ഉണ്ട്. പക്ഷേ ക്രോ ചെയ്യുന്ന പോലെ ക്രോന് മാത്രമേ സാധിക്കുകയുള്ളൂ.
അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ മറ്റൊരു കേസ് എടുക്കാം. കാട്ടിൽ ടൈഗേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാം. ടൈഗർ ബേസിക്കലി ഹെർബിവോറസ്, അതായത് പ്ലാന്റ് കഴിക്കുന്ന നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്ന് പറഞ്ഞ ആൾക്കാരുടെ പോപ്പുലേഷൻ ഒരു പരിധിക്കപ്പുറം കൂടാതിരിക്കാൻ വേണ്ടി ടൈഗർ അവരെ ഭക്ഷിക്കുന്നവർ ടൈഗർ നോക്കും. ലയണും അത് തന്നെയല്ലേ ചെയ്യുന്നത്. പക്ഷെ ടൈഗർ ചെയ്യുന്ന പോലെ ആയിരിക്കും ലയൺ ചെയ്യുന്നത്? അല്ല. അപ്പൊ ഇതേപോലെ ഓരോ ഓർഗാനിസത്തിനും നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഒരു യുണീക്ക് ഫങ്ഷൻസ് ഉണ്ട്. അത് മാത്രമായി ചെയ്യുന്ന യുണീക്ക് ഫങ്ഷൻ. ആ യുണീക്ക് ഫങ്ഷണൽ റോളിനെ പറയുന്ന പേരാണ് എന്ത്? എക്കോളജിക്കൽ നിഷ്. അത് ആ ഓർഗാനിസത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ അത്തരത്തിലുള്ള ഒരു യുണീക്ക് ഫങ്ഷണൽ റോള്. വേറെ ഓർഗാനിസത്തിന് വരില്ല. ഓക്കെ, ഓവർലാപ്പ് ചെയ്ത് വന്നേക്കാം, പക്ഷെ ഇത് ചെയ്യുന്ന എക്സാക്ട്ലി പോലെ ചെയ്യുന്ന മറ്റൊരു ഓർഗാനിസം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ നിഷ് ഈസ് യുണീക്ക് ഫോർ എ സ്പീഷീസ്, which means no two species have exact identical niche. അതായത് ഒരേപോലെ കംപ്ലീറ്റ്ലി ഐഡന്റിക്കൽ ആയ നിഷുള്ള രണ്ട് സ്പീഷീസ് ഒരിക്കലും ഉണ്ടാവില്ല. സിമിലർ സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ കംപ്ലീറ്റ്ലി ഒരേപോലെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തിനു നമ്മൾ നിഷിനെ പറ്റി മനസ്സിലാക്കണം? വൈ ഷുഡ് സ്റ്റഡി റിഗാർഡിംഗ് എക്കോളജിക്കൽ നിഷ്? നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോയുടെ കേസ് പറഞ്ഞല്ലോ, പരിസരം ശുചിയാക്കാൻ ക്രോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ക്രോ പറന്നു പോകുമ്പോൾ ഇവിടെ വൃത്തികേടായി കിടക്കുന്നു, എന്നാ അവിടെ വൃത്തിയാക്കി കളയാം എന്ന് പറഞ്ഞിട്ട് ക്രോ വന്നിട്ട് വൃത്തിയാക്കുന്നതാണോ? അല്ല. ക്രോയുടെ ഭക്ഷണം അന്വേഷിച്ച് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വരുന്നതാണ്, അതിന് വേണ്ട ഭക്ഷണം കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ പോളിനേഷൻ അല്ലെ, നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ വണ്ടുകൾ എന്ത് ചെയ്യും? പ്ലാന്റ്സിന് ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് പോകുമ്പോൾ പോളിനേഷന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ വണ്ട് ശരിക്കും പോളിനേഷൻ നടത്തണം എന്ന് വെച്ച് വരുന്നതാണോ? അല്ല, അതിന്റെ ഫുഡ് അന്വേഷിച്ച് വരുന്നതാണ്. ഇതേപോലെ ഓരോ ഓർഗാനിസവും അതിന്റെ സർവൈവലിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എക്കോസിസ്റ്റത്തിന്റെ മറ്റ് ചില ഫങ്ഷൻസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ബന്ധപ്പെട്ടു പോകുന്നു. അപ്പൊ നമുക്ക് ഒരു ഓർഗാനിസത്തിന് നിഷ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് വേണ്ട ഫുഡിന്റെ കാര്യത്തിലാണോ, അതിന്റെ റീപ്രൊഡക്ഷന്റെ കാര്യത്തിലാണോ, എന്ത് കാര്യത്തിലാണോ അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് എന്തൊക്കെ അതിന് ജീവൻ നിലനിർത്താൻ വേണമെന്ന് മനസ്സിലാവുള്ളൂ. എന്നാൽ മാത്രമേ അതിനെ കൺസേർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓരോ ഓർഗാനിസവും ഇവിടെ നമുക്ക് ഓരോ യുണീക്ക് ഫങ്ഷണൽ റോൾസ് തരുന്നുണ്ട്. ആ യുണീക്ക് ഫങ്ഷണൽ റോൾസിനെ നമ്മൾ എന്ത് പറയുക? എക്കോളജിക്കൽ നിഷ് എന്ന് പറയുക. ആ യുണീക്ക് ഫങ്ഷണൽ റോൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് ജീവിക്കാൻ വേണ്ട കണ്ടീഷൻസ് ഫുഡായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും എന്ത് വേണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കതിനെ കൺസേർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഇറ്റ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾ ദി ബയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് എ സ്പീഷീസ് നീഡ്സ് ടു സർവൈവ്, സ്റ്റേ ഹെൽത്തി ആൻഡ് റീപ്രൊഡ്യൂസ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഫിസിക്കൽ, ബയോളജിക്കൽ, കെമിക്കൽ ഫാക്ടേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത്? ഒരു സ്പീഷീസിന്റെ എക്കോളജിക്കൽ നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ സ്പീഷീസിനെ കൺസർവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി രണ്ട് ടേമും കൂടി വരുന്നുണ്ട് നമ്മളുടെ ഈ ലെവൽസ് ഓഫ് എക്കോളജിയിൽ വരുന്ന രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് ബയോം, മറ്റൊന്ന് ബയോസ്ഫിയർ. ബയോം എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്കോസിസ്റ്റം കൂടി ചേരുന്ന ഒരു ലാർജർ കോണ്ടെക്സ്റ്റ് ആണ് എന്ത്? ബയോം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെയിൻ ഫോറസ്റ്റ് ബയോം. റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മഴക്കാടുകളുള്ള ഭാഗം. അതൊരു വലിയ റീജിയൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആഫ്രിക്കയിലുണ്ട് മഴക്കാടുകൾ. ആഫ്രിക്കയിൽ മാത്രമാണ് ഉള്ളത്? അല്ല, സൗത്ത് അമേരിക്കയിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്. സോ ഇത്തരത്തിൽ ലാർജർ കോണ്ടെക്സ്റ്റിൽ വരുന്ന ഭാഗത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് എന്ത്? ബയോം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ലാർജ് നാച്ചുറലി ഒക്കറിംഗ് കമ്മ്യൂണിറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഓക്യുപ്പൈങ് എ മേജർ ഹാബിറ്റാറ്റ്. ഒരു മേജർ റീജിയൻ കവർ ചെയ്യുന്ന ലാർജർ കോണ്ടെക്സ്റ്റ് ആണ് എന്ത്? റെയിൻ ഫോറസ്റ്റ് ബയോം. അതേപോലെ പറയുന്നത് ഡെസേർട്ട് ബയോം. നമുക്ക് പറയുന്ന മറ്റൊന്നാണ് തുന്ദ്ര ബയോം. തുന്ദ്ര എന്നുള്ള വാക്ക് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കില്ല. ഈ ഹയർ ലാറ്റ്യൂഡ് ഉള്ള പോൾസ് പോലുള്ള സ്ഥലത്ത് കാണുന്നതാണ് എന്ത്? തുന്ദ്ര ബയോം ഒക്കെ വരുന്നത്. സോ ഇതാണ് ബയോം. അപ്പൊ ബയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കോണ്ടെക്സ്റ്റ് ആണ്. ബയോമില് ഇറ്റ് മേ കണ്ടെയ്ൻ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ് ഉണ്ടാവാം, ചിലപ്പോൾ പല പല എക്കോസിസ്റ്റവും ഉണ്ടാവും ഇവിടെ ബയോമില്. ഇങ്ങനെ പല ബയോം കൂടി ചേർന്ന വലിയ ഒന്നാണ് എന്ത്? ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ടേം ഇങ്ങനെയാണ്. ഹൈഡ്രോസ്ഫിയറും ലിത്തോസ്ഫിയറും അറ്റ്മോസ്ഫിയറും കൂടി ചേർന്നാണ് ബയോസ്ഫിയർ എന്ന്. അല്ലെ, നമ്മുടെ എർത്തിൽ ബേസിക്കലി ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാർജർ റീജിയനെ നമ്മൾ എന്ത് പറയുക? ബയോസ്ഫിയർ എന്ന് പറയുക. നോക്കുക, ഇറ്റ് ഈസ് ദി ബയോളജിക്കൽ കമ്പോണന്റ് സപ്പോർട്ടിംഗ് ദി ലൈഫ് ഓഫ് ദി എർത്ത് വിച്ച് ഇൻക്ലൂഡ്സ് ലിത്തോസ്ഫിയർ, നമ്മുടെ എർത്ത് ഗ്രൗണ്ട് പോലുള്ള ഭാഗം, ഹൈഡ്രോസ്ഫിയർ വെള്ളത്തിന്റെ ഭാഗം, അറ്റ്മോസ്ഫിയർ അവിടെയാണ് എല്ലാ ലിവിങ് ഓർഗാനിസവും വരുന്നത്. എല്ലാ സംഭവവും വരുന്നത് എവിടെയാ? ബയോസ്ഫിയറിലാണ്. അപ്പൊ ഈ വലിയ ബയോസ്ഫിയറിൽ നമുക്ക് ചെറിയ ചെറിയ ബയോംസ് ഉണ്ടാവും. ഈ ബയോംസിനുള്ളിൽ ചെറിയ ചെറിയ എക്കോസിസ്റ്റം ഉണ്ടാവും. എക്കോസിസ്റ്റിനുള്ളിൽ വി ഹാവ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്. ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിനുള്ളിൽ നമുക്ക് പല പോപ്പുലേഷൻ കൂടി ചേരുന്ന ഒരു ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ പോപ്പുലേഷന്റെ ഭാഗമായി വരുന്ന ഓരോ ഇൻഡിവിജ്വൽ.
ഇതാണ് എന്ത് ലെവൽസ് ഓഫ് എക്കോളജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ദിസ് ഈസ് വാട്ട് വി കോൾ ആസ് ദി ലെവൽസ് ഓഫ് എക്കോളജി. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി കോൾ ഇത്. ഇങ്ങനെ വരുന്ന ഇൻഡിവിജ്വൽ തൊട്ട് പോപ്പുലേഷൻ കൂടി കമ്മ്യൂണിറ്റി, ദെൻ എക്കോസിസ്റ്റം, ദെൻ ബയോം, ബയോസ്ഫിയർ. ദീസ് ആർ ദി ലെവൽസ് ഓഫ് എക്കോളജി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചത് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? ടേംസിനെ പറ്റിയിട്ടാണ് അല്ലേ. എന്താണ് എക്കോസിസ്റ്റം നമ്മൾ നോക്കി, എന്താണ് എക്കോളജി നമ്മൾ നോക്കി, എന്താണ് ഹാബിറ്റാറ്റ്, എന്താണ് എക്കോസിസ്റ്റം, എക്കോസിസ്റ്റത്തിനുള്ളിൽ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കോമ്പണൻറ്റ്സ് ഓഫ് എക്കോസിസ്റ്റം, വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കോസിസ്റ്റം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. ദെൻ നമ്മൾ പഠിച്ച കാര്യമാണത് പ്രിൻസിപ്പിൾ ലെവൽസ് ഓഫ് എക്കോളജിയാണ് നമ്മൾ പഠിച്ചത്. ലെവൽസ് ഓഫ് എക്കോളജി നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ഇൻഡിവിജ്വൽ, പോപ്പുലേഷൻ, എക്കോസിസ്റ്റം, ദെൻ ബയോം, ബയോസ്ഫിയർ. അതിൽ എക്കോസിസ്റ്റത്തിന്റെ ഉള്ളിൽ നമ്മൾ 2 പുതിയ ടേംസ് കൊണ്ട് പഠിച്ചിരുന്നത് എന്തൊക്കെയാണ്? ഒന്ന് എക്കോട്ടോൺ, മറ്റൊന്ന് എക്കോളജിക്കൽ നിഷ്. ഇനി ബേസിക്സിലെ അടുത്ത കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഐ ഹോപ്പ് ദി കോൺസെപ്റ്റ്സ് ആർ ക്ലിയർ. ഒന്നുകൂടി വായിച്ച് പഠിക്കുക. സോ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.